guys, welcome back to my YouTube channel kilivlogs. അപ്പോൾ ഇന്ന് എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. മാഗി വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണേ. നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കി കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിയിൽ കാണുന്ന ബെൽ ബട്ടൺ ടപ്പേന്ന് അടിച്ചു പൊട്ടിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഇതാ മാഗിയൊക്കെ കൂടെ ഞാനിങ്ങനെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നോടം വരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഒരു ഗോൾഡൻ കളർ ആവുന്നോടം വരെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ മാഗി ഇത് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത്ര ആയാൽ മതി. ഇനി നമുക്കത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, ഇതിലേക്ക് ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. കട്ടിയില്ലാതെ അരിഞ്ഞ ഉള്ളി, പിന്നെ മല്ലിയില, ഇനി അതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ മാഗി മസാല ഇല്ലേ നമ്മുടെ കയ്യിൽ, മാഗി മസാല, പിന്നെ അതിലോട്ട് മെയിനായിട്ട് വേണ്ടത് ചാറ്റ് മസാലയാണ്. ചാറ്റ് മസാലയുടെ ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടമാവുന്നവർ ചാറ്റ് മസാലയാണ് ഏറ്റവും ബെറ്റർ. ഇതിൽ നല്ല ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കതിലോട്ട് ഇത്തിരി ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മാഗി മസാലയിൽ ഓൾറെഡി ഉപ്പുണ്ടാവും, അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കണേ. ഞാനൊരു ഇച്ചിരി ഉപ്പ് വരുന്നുള്ളൂ. നമുക്കതിലോട്ട് ഇത്തിരി നാരങ്ങാ നീരും കൂടെ പിഴിഞ്ഞു കൊടുക്കാം. നാരങ്ങാ നീര് നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കാം. ഇനി അതിലോട്ട് വേണ്ടത് ടൊമാറ്റോ സോസാണ്. ഓക്കെ, നമുക്ക് ടൊമാറ്റോ സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ച് ഇളക്കുന്നതായിരിക്കും നല്ലത്. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നമുക്കതിലോട്ട് കുറച്ച് കപ്പലണ്ടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു സ്നാക്സ് ആണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ കപ്പലണ്ടി ഇട്ടതിന് ശേഷം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.